ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടൊക്കെ കുറച്ച് ദിവസമായിട്ടോ ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയും ഒത്തിരി പേര് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഫ്ലവർ കം ഡോളാട്ടോ. അപ്പോൾ അതിനെടുത്തിരിക്കുന്ന യാണ് മാജിക് നീഡിലിൻ്റെ സെമി അക്രലിക് യാണാണ്. കണ്ടോ, ഇപ്പോൾ ഇത് നോക്കിയാൽ അറിയാം. 50% കോട്ടൺ, 50% 49% അക്രലിക്, അങ്ങനത്തെ യാൺ. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ്സോ, ഇതൊരു ക്രീം ഷെയ്ഡ്, ഇതൊരു ബ്രൗൺ ഷെയ്ഡ്, പിന്നെ പെറ്റലിന് വേണ്ടി ലീഫിന് വേണ്ടിയിട്ട് ഒലീവ് ഗ്രീൻ കളറ്, പിന്നെ ഇത് യെല്ലോ, പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു ബ്രൗൺ ഉണ്ട്. ശരിക്കും എക്സാക്റ്റ് ഇതാണ് ബ്രൗൺ ഉപയോഗിക്കേണ്ടത്, പക്ഷേ ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡാട്ടോ എടുക്കുന്നത് നടുക്കിലത്തെ പോർഷന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വയർ വേണം ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, സേഫ്റ്റിയായി വേണം. പിന്നെ ഹുക്കും സിസറും വേണം കേട്ടോ. ഹുക്ക് 3mm ഹുക്കാട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബ്രൗൺ യാൺ വെച്ചിട്ടാണ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാജിക് സർക്കിൾ ഫോം ചെയ്യണം. അപ്പോൾ ദാ മാജിക് സർക്കിൾ ഫോം ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ 6 സിംഗിൾ ക്രോഷ്യ കൊടുക്കുക കേട്ടോ. ഒരു ചെയിൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് 6 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനെ വലിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് മുടിയുടെ ആ ഒരു ഹെഡ് പോർഷനായിട്ട് ചെയ്യുമ്പോൾ ഈ ഷെയ്ഡ് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ദാ ഇവിടെ ഫസ്റ്റ് എടുത്ത ചെയിനിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ. ഓക്കെ, ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് ഞാൻ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ അടിയിലേക്ക് എല്ലാത്തിൻ്റെ അടിയിലേക്ക് ഓരോ ഇൻക്രീസ് കൊടുക്കുകയാണ്. അപ്പോൾ 6 സ്റ്റിച്ചിലും ഇൻക്രീസ്. ഈ പാറ്റേൺ നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും, കാരണം ഞാനിപ്പോൾ ഇവിടെ ചെയ്തതിലൊരു മിസ്റ്റേക്ക് വരുത്തി. ഞാനിപ്പോൾ ഇത് ഫ്രണ്ടും ബാക്ക് ലൂപ്പിൽ കൂടെയും ചെയ്തു. അങ്ങനെ ചെയ്യരുത് നമ്മൾ. ഇനി ഒരു 5 റോയിലേക്ക് നമ്മൾ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം കേട്ടോ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ബാക്ക് ലൂപ്പ്, കണ്ടോ, ഇതാണ് ബാക്ക് ലൂപ്പ്. ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യാം. അപ്പോൾ ഇൻക്രീസ് കൊടുക്കേണ്ടത് ബാക്ക് ലൂപ്പിൽ മാത്രം. കണ്ടോ, ഇവിടെ 2 സ്റ്റിച്ച് കൊടുത്തു. ഇവിടെയും ബാക്കിൽ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു. ഇവിടെയും 2 സിംഗിൾ ക്രോഷ്യ. ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ചില്ല കേട്ടോ, നിങ്ങൾ വെക്കണേ എന്തായാലും. അപ്പോൾ എനിക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. സ്റ്റിച്ച് മാർക്കർ വയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇനി 2 സ്റ്റിച്ചിലേക്കും കൂടി ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്യാനുണ്ട്. 1 2. കണ്ടോ, ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആക്കി. ഇതാ ഇവിടെയും കൂടി ഉണ്ട് കേട്ടോ, റോ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതാ ഇവിടെ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെ. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു യാണ് ഞാൻ സ്റ്റിച്ച് മാർക്കറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത റോയിൽ വരുമ്പോൾ ഇതാ ഇവിടെ വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെയാണ് ചെയ്യണത്. ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ അടുത്ത സ്റ്റിച്ചിൽ വരുമ്പോൾ ഒരു ഇൻക്രീസ് കൊടുക്കാം. അപ്പോൾ 1 2. അടുത്ത സ്റ്റിച്ചിൽ വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. ഓക്കെ, അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ എത്തുമ്പോൾ റോ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ് എന്നുള്ള രീതിയിൽ ചെയ്യുക. ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യുക. ഇതാ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ യാണെടുത്ത് ഇവിടേക്ക് കയറ്റി വയ്ക്കുകയാണ്. ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെയാണ് കേട്ടോ ഇനി അടുത്ത റോയിലും ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ചെയ്തത് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ് അല്ലേ. ഇനി അടുത്തതിൽ വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇൻക്രീസ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു, വേറൊരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ വരുമ്പോൾ ഇൻക്രീസ്. 1 2. ഓക്കെ, അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ, ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ. ഇതാ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതിൽ വരുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഇൻക്രീസ്,
അതും ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ കേട്ടോ. അപ്പോൾ അതാ 1 2 3. അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ്. കണ്ടോ, ഇതേ പാറ്റേൺ ഇനി ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ് കേട്ടോ. ഇതാ ആ റോ കഴിഞ്ഞു. ഇനി അടുത്തതിൽ വരുമ്പോൾ നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് പിന്നെ ഒരു ഇൻക്രീസ് കൊടുക്കാം. അപ്പോൾ ഈ റോയോട് കൂടി നമ്മൾ ഇൻക്രീസിൻ്റെ റോ അവസാനിപ്പിക്കും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നോക്ക്, 1 2 3 4. 4 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. അടുത്തതിൽ വരുമ്പോൾ നമ്മൾ ഇൻക്രീസ് കൊടുക്കുന്നത് 1 സെയിം സ്റ്റിച്ചിൽ തന്നെ വരണം. അപ്പോൾ ഈ പാറ്റേൺ ഈ റോങ് ഫോളോ ചെയ്തിട്ട് ഈ റോങ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നോക്ക്, നമുക്ക് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ ഒരു ഫ്രണ്ട് ലൂപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ ഹെയറിൻ്റെ പോർഷൻ ചെയ്യും കേട്ടോ. ഇതാ ഇപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിനി ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത 5 റോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു റോ ഈ ബ്രൗൺ ഷെയ്ഡിൽ തന്നെ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഷെയ്ഡ് മാറ്റണം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുമ്പം പക്ഷേ നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും ബാക്ക് ലൂപ്പിൽ കൂടെയും കൂടി തന്നെ ചെയ്യാം. നമുക്ക് കണ്ടോ ഇങ്ങനെ ഇൻക്രീസും ഡിക്രീസും ഇല്ലാണ്ട് ബ്രൗൺ വെച്ചിട്ട് ഒരു റോ ചെയ്യണം, പിന്നെ 4 റോ അടുത്ത ഫേസിൻ്റെ ഷെയ്ഡ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ദാ ഇപ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും ബാക്ക് ലൂപ്പിൽ കൂടെ ഒന്നിച്ച് ചെയ്യുവാണ്. എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതാ ഇപ്പം ഞാൻ ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമുക്കിനി ഇത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതാ ഈ ബ്രൗണിയാണ് നമുക്ക് കട്ട് ചെയ്യാം, കാരണം നമ്മൾ അടുത്ത ഷെയ്ഡ് ഇനി കയറ്റുവാണല്ലോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ വലിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു ക്രീം കളറിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ സ്കിൻ കളറിയാണ് വെച്ച് നോക്കി, പക്ഷേ അതിനേലും നല്ലത് ഇതാട്ടോ. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ നോട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇതിൽ കൂടെ പുള്ള് ചെയ്തെടുക്കാം. ഞാനിവിടെ ടൈ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഞാനത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ടൈ ചെയ്യേണ്ട, നമുക്ക് ആ ലൂപ്പിൽ കൂടെ വേണം ഇതിനെ പുള്ള് ചെയ്തെടുക്കാൻ. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ വയ്ക്കാൻ, നിങ്ങൾ ടൈ ചെയ്യണ്ട. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ ഈ ആണിനെ അങ്ങ് പുള്ള് ചെയ്തെടുക്കാം. കണ്ടോ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇതിൻ്റെ എൻഡ് ടൈറ്റാക്കി. അപ്പോൾ ഞാൻ ഈ വൈറ്റ് യാണ് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു റോ ചെയ്യേണ്ടത് ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെയാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത ഒരു റോ ചെയ്യേണ്ടത് ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ ചെയ്യാം. അത് കഴിയുമ്പോൾ അടുത്തത് വരുമ്പം 2 ലൂപ്പിൽ കൂടെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ ഞാനിപ്പോൾ ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത ഒരു റോ ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്യുക കേട്ടോ. കണ്ടോ, ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവർ ആട്ടോ ആയിട്ട് വരും, തീരെ കുഞ്ഞിതായിരിക്കില്ല. പക്ഷേ ഇതൊരു റിവേഴ്സിബിൾ ആകുമ്പോൾ ഇച്ചിരി സൈസിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്ത് പോവുകയാണേ. അപ്പോൾ നിങ്ങൾ ഇനി ഈ ഒരു റോ ഫുള്ള് ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്തിട്ട് പിന്നെ 4 റോ 2 ലൂപ്പിൽ കൂടെ ഇൻക്രീസും ഡിക്രീസും ഇല്ലാതെ ചെയ്യണം കേട്ടോ. ഇതാ ഇപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇത് വയ്ക്കുകയാണ്. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ബ്രൗൺ യാണ് വെച്ചിട്ട് ഒരെണ്ണം ഒരു ഇൻക്രീസും ഡിക്രീസും ഇല്ലാതെ ചെയ്തു, പിന്നെ ക്രീം യാണ് വെച്ചും ഇൻക്രീസും ഡിക്രീസും ഇല്ലാതെ ചെയ്തു. ഇനി നമുക്ക് 4 എണ്ണം കൂടിയാണ്, മൊത്തത്തിൽ 6 എണ്ണം കേട്ടോ ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത റോ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി 4 റോ നമുക്ക് ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും ബാക്ക് ലൂപ്പിൽ കൂടെയും ചേർത്തിട്ട് ഉള്ള ഇൻക്രീസും ഡിക്രീസും ഇല്ലാതെ ചെയ്യണം. അപ്പോൾ അതിൽ 4ാമത്തേൽ ഫസ്റ്റ് വണ്ണാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ 4 റോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ചുമ്മാ ഇങ്ങനെ സ്പൈറൽ പോലെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഓരോ റോ കഴിഞ്ഞോന്ന് അറിയാൻ ദാ സ്റ്റിച്ച് മാർക്കർ ഇവിടെ മാറ്റി വെക്കണം കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വെക്കണം. അപ്പോൾ ഈ 4 റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ കണ്ടോ, അപ്പോൾ നമ്മൾ ഇൻക്രീസ് ഡിക്രീസ് ഇല്ലാത്ത റോ കംപ്ലീറ്റ് ചെയ്തു. മൊത്തത്തിൽ അങ്ങനത്തെ 6 റോ ആണ് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഡിക്രീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ ഇതാ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ഇനി ഡിക്രീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡിക്രീസിന് വേണ്ടിയിട്ട് ഒരു 4
സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 എണ്ണം ചെയ്തു. മൂന്നാമത്തെ, നാലാമത്തെ സിംഗിൾ ക്രോഷ്യ, അടുത്തത് വരുമ്പോൾ ഡിക്രീസ്. അപ്പോൾ അതിന് കണ്ടോ അതാ ഇങ്ങനെ കടത്തി ഫ്രണ്ട് ലൂപ്പിൽ കൂടെ തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ കടത്തിയിട്ട് ഡിക്രീസ് കൊടുത്തു. വീണ്ടും ഇനി 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്താ ഇപ്പോൾ ആ റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് വരുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ നിങ്ങൾ മുകളിലോട്ട് കയറ്റി വെക്കണം കേട്ടോ. 2 3 ഇനി ഡിക്രീസ് കേട്ടോ കേട്ടോ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇതാ അപ്പോൾ ഞാൻ സേഫ്റ്റിയായി വെച്ചു കേട്ടോ. ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്തപ്പം നമ്മുടെ ഒരു 11th 12th റോയുടെ ഇടയ്ക്കാണ് വെച്ചത്. അത് 2 ഐ തമ്മിൽ 5 സ്റ്റിച്ച് വ്യത്യാസം വേണം കേട്ടോ. അപ്പം 1 2 3 4 5 ഓൾമോസ്റ്റ് ഇതാ 5 സ്റ്റിച്ച് വ്യത്യാസത്തിന് വയ്ക്കാം. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമേ. കണ്ടോ സേഫ്റ്റി ആയി വെച്ചു. ഇനി കംപ്ലീറ്റ് ചെയ്യാം. ഈ റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റോയിൽ വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ് ആട്ടോ നെക്സ്റ്റ് റോയിൽ. അപ്പോൾ ദാ നമ്മളിപ്പോൾ ചെയ്തു വന്ന റോ കംപ്ലീറ്റ് ചെയ്യുന്നു. ദാ സ്റ്റിച്ച് മാർക്കർ ഇതാ ഇവിടെ കയറ്റി ഇങ്ങോട്ട് വയ്ക്കാം. 2 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് പിന്നെ ഒരു ഡിക്രീസ് കൊടുക്കാം കേട്ടോ. 1 2 പിന്നെ ഡിക്രീസ്. ഓക്കെ, അപ്പം അങ്ങനെ ഈ റോ ഈ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതാ അപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റോയിൽ വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു, അടുത്തതിൽ വരുമ്പോൾ ഒരു ഡിക്രീസ് കൊടുക്കുന്നു. ഇനി ഈ ഒരു റൗണ്ട് ഓൾമോസ്റ്റ് ക്ലോസ് ആവുന്ന വരെ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിലാട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഏകദേശം നമുക്ക് ചെറിയൊരു ഹോള് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇതങ്ങ് അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ നെക്ക് ചെയ്യും. ഒരു ഡിക്രീസ് ചെയ്തു, ഇനി ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, അങ്ങനെ ചെയ്ത് പോവാം. ഓക്കെ, ഒരു റോയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോളി ഫൈബർ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫൈബർ ഫില്ല് ചെയ്യാൻ പോവാം കേട്ടോ. കണ്ടോ ഇപ്പോൾ ഫൈബർ ഫില്ല് ചെയ്തു കേട്ടോ. നല്ല ഷേപ്പായല്ലേ കണ്ടോ. ചെയ്തു വരുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം കേട്ടോ ഇത്. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നുള്ളൂ. അപ്പോൾ നമ്മളിനി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവും ഏതാ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിൽ ഫൈബർ ചെയ്തിട്ട് വെച്ചിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഡിക്രീസ്, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഡിക്രീസ്. ഓക്കെ, അങ്ങനെ ചെയ്തു പോവാട്ടോ. ഒരു ചെറിയൊരു ഹോൾ മതി, അത്രയും വരെ ചെയ്തു പോകാൻ ഞാൻ കാണിച്ചു തരാം. അത് ഇതാ ഇപ്പോൾ കണ്ടോ, ഇത്രയും ചെറിയൊരു ഹോളായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു 2 റോ എല്ലാത്തിലും സിംഗിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഒരു എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് പറയാം. 1 2 3 4 5 6 സ്റ്റിച്ചസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം അത് ആ 6 ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ അതെന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നെക്കിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 3 റോ വേണ്ട, 2 റോ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് റോ ആണ് ചെയ്യുന്നത്. കണ്ടോ, ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി ഒരു റോയും കൂടി അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. ഇനി ഒരു റോയും കൂടി ഇത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റോയിൽ ഇപ്പോൾ ഞാൻ ഒരു റോയേ ചെയ്തുള്ളൂ കേട്ടോ. സ്റ്റിച്ച് മാർക്കർ ഇവിടെ കയറ്റി വയ്ക്കാം. സിംഗിൾ ക്രോഷ്യ നെക്കിന് വേണ്ടി ഒരു റോയേ ചെയ്തുള്ളൂ. അടുത്തതിൽ വരുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് എന്നുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. 1 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ വരുമ്പോൾ
ഇൻക്രീസ് കൊടുക്കാം. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ യാണിൻ്റെ ഷെയ്ഡ് മാറ്റും, വീണ്ടും ബ്രൗൺ കളർ യാണിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ രണ്ടാമത്തേൽ ഞാൻ ഇൻക്രീസ് കൊടുക്കുവാണ്. ഇതിൽ വരുമ്പം ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ് 1 2. ഓക്കെ, ഇവിടെ ഒരെണ്ണം, അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ് 1 2. കണ്ടോ? ഇനി എല്ലാതും ഇൻക്രീസിൻ്റെ റോസ് ആട്ടോ. ഓരോ റോയിലും ഇൻക്രീസ് കൂടി കൂടി വരും. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസും. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആവുകയാണ്. കണ്ടോ? ഈ റോ കംപ്ലീറ്റ് ആയി, കാരണം അതിൻ്റെ തൊട്ട് താഴെയാണ് സ്റ്റിച്ച് മാർക്കർ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ഇവിടെ കയറ്റി വയ്ക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ യാണങ്ങ് കട്ട് ചെയ്ത് കളയാം, കാരണം നമുക്കിനി വീണ്ടും ബ്രൗൺ യാൺ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ബ്രൗൺ യാൺ എടുക്കാം, എന്നിട്ട് അതിനൊരു ചെറിയ ലൂപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബ്രൗൺ യാൺ നമുക്ക് വലിച്ചെടുക്കാം. ഇത് വലിച്ചിട്ട് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, സ്റ്റിച്ച് മാർക്കർ വയ്ക്കണേ. ഫസ്റ്റ് റോയിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഈ വേറെ ഷെയ്ഡ് ആയതുകൊണ്ട് മനസ്സിലാവും. പക്ഷേ എപ്പോഴും സ്റ്റിച്ച് മാർക്കർ ഉള്ളതാട്ടോ നല്ലത്. ഇനി അടുത്ത റോയിൽ വരുമ്പോൾ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ, ഇപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസാണ് കൊടുത്തത്. അടുത്തത് വരുമ്പം 2 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു, സെക്കൻഡ്, ഇനി അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ് 1 2. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുത്തു, അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 3 പിന്നത്തെ റോ വരുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, നാലാമത്തേൽ വരുമ്പോൾ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അങ്ങനെ 6 റോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ ഞാൻ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഫുള്ള് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ റോയിലും സിംഗിൾ ക്രോഷ്യ കൂട്ടാം, ഒരു ഇൻക്രീസ്, അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. ഇത് മുന്നത്തെ പല വീഡിയോസിൽ ഞാനത് അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അടുത്ത റോ വരുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇപ്പം ഞാൻ ദാ ഇവിടെ 2 എണ്ണം ചെയ്തു, അടുത്തത് വരുമ്പോൾ ഇൻക്രീസ്. കണ്ടോ? അപ്പം ഞാൻ അത്രയും ഇൻക്രീസിൻ്റെ റോ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ദാ ഇപ്പം ഞാൻ ഇത്രയും വരെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ ഈ ഫസ്റ്റ് റോയിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് കൊടുത്തു, ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് ഈ റോയിൽ, ഇവിടെ 3 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, ഇവിടെ 4 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, ഇവിടെ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, ഇവിടെ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. അങ്ങനെയാട്ടോ ചെയ്തത്. അതാ ഇത് കാണിക്കാൻ ഒത്തിരി ടൈം എടുക്കുന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പാറ്റേൺ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്തതിൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ അടുത്തതിൽ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു 3-4 റോയോളം നമുക്ക് ഇൻക്രീസും ഡിക്രീസും ഇല്ലാണ്ട് ചെയ്യണം. അതിന് മുൻപ് ഇതിനെ ഇങ്ങനെ ടേൺ ചെയ്യണം. അപ്പോൾ ഇത് എത്ര ഇതിൻ്റെ കവറാവും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം 1 2 3 4 4 റോ എങ്കിലും നമുക്ക് ചെയ്യണം ഇത് കവറാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത റോ അല്ലേ നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ അതേപോലെ പാരലായിട്ട് വരാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത 4 റോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതും ഞാനിനി ഫുള്ള് കാണിക്കുന്നില്ല, 4 റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണിക്കാം. ഓക്കെ, ഇങ്ങനെ വെറുതെ ചെയ്തു പോയാൽ മതി, ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത 4 റോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇതപ്പോൾ ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 റോ ചെയ്തു ഇൻക്രീസും ഡിക്രീസും ഇല്ലാതെ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതൊന്ന് ടേൺ ചെയ്ത് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇത് ഈ വൈറ്റ് പോർഷൻ കവറായോന്ന് ഇല്ല കേട്ടോ, കവറായിട്ടില്ല. ഇനി 2 റോയും കൂടി ചെയ്യണം, എന്നാലേ കവറാവുള്ളൂ. പക്ഷേ ഞാൻ ഇനി ചെയ്യുന്ന 2 റോയിൽ 2 റോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പിൽ കൂടെ ആട്ടോ ചെയ്യാൻ പോണേ. കാരണം നമുക്കിനി പെറ്റൽസ് വെച്ച് കൊടുക്കണം. അപ്പോൾ പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് ലൂപ്പിൽ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയി, കാരണം ഇവിടെയാണല്ലോ ഇത് ഇരിക്കുന്നത്. ഇനി നോക്കുമ്പോൾ കണ്ടോ, ചെയ്യുമ്പം ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്ത് പോകാം കേട്ടോ. 2 റോ ചെയ്യേണ്ടത് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഈ റോ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ബാക്ക് ലൂപ്പിൽ കൂടെയുള്ള ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി അടുത്ത റോ വരുമ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമായിട്ടുള്ള ഒരു റോ ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് പെറ്റൽസ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുമ്പം 2 ലൂപ്പിൽ കൂടെ എടുത്തിട്ട് ചെയ്യാം. ഇത് നമുക്കിങ്ങനെ ചെയ്ത് വരുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടും കേട്ടോ. നമുക്ക് അതോർത്ത് നിങ്ങൾ പാറ്റേൺ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും ബാക്ക് ലൂപ്പിൽ കൂടെയും ചെയ്ത് ഒരു റോ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് പെറ്റൽ ചെയ്യാം. ഇതാ കണ്ടോ, ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ബാക്കിലോട്ട് ആക്കി നോക്കുമ്പോൾ കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് കവറായിട്ടുണ്ട്. ചെറിയൊരു ഭാഗം കാണാം എന്നല്ലാണ്ട് കണ്ടോ ഇങ്ങനെ കിട്ടണം കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ ടോപ്പ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെ പെറ്റൽ വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പെറ്റൽസ് ചെയ്യാനേ. അതിന് വേണ്ടി ഞാൻ ഈ ആണ് ആദ്യം തന്നെ വെട്ടി മാറ്റുക കേട്ടോ. ഇതിന് ആവശ്യമില്ല ഈ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിനെ ഹുക്ക് ചെയ്ത് ലോക്ക് ചെയ്യാം. കണ്ടോ, സ്റ്റിച്ച് മാർക്കർ മാറ്റാം. ഇനി നമുക്ക് യെല്ലോ യാണ് എടുക്കാം. യെല്ലോ യാണ് എടുത്തിട്ട് ചെറിയൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതുപോലെ. ഇനി നമുക്ക് ആദ്യം ദാ ഇവിടെ ചെയ്തു തുടങ്ങാം കേട്ടോ. ഈ ഫ്രണ്ടിലൊരു ലൂപ്പ് കൊടുത്തില്ലേ നമ്മൾ, ഇവിടെ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയ്യാനുള്ളത് നമുക്കൊരു 4 ചെയിൻ ഇടാം. ഇങ്ങനെ 1 2 3 4. എന്നിട്ട് ഇപ്പോൾ എടുത്ത അതേ സ്ഥലത്തേക്ക് തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൊടുക്കണം കേട്ടോ. 1 കണ്ടോ, ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുത്തു, ഇതിൽ കൂടെ എടുത്തു, ഇങ്ങനെ എടുത്തു ട്രിപ്പിൾ. വീണ്ടും ഒരു ട്രിപ്പിൾ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടൊരു 3 ചെയിൻ ഇടാം. 1 2 3 3 ചെയിൻ ഇട്ടിട്ട് ദാ ഇവിടെ കാണുന്ന പാരലായിട്ടുള്ളതില്ലേ, നമ്മളിതിന് മുന്നും സൺഫ്ലവർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിട്ട് ഇതിനെ ഒന്ന് വലിക്കുമ്പോൾ ഇതിനൊരു ടിപ്പ് കിട്ടും. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഇതാ ഇവിടെ അടുത്തത് അവിടേക്ക് 2 ട്രിപ്പിൾ വീണ്ടും കൊടുക്കാം. അപ്പോൾ ഒരു പെറ്റലാവും. ഒരു ട്രിപ്പിൾ കൊടുക്കുന്നു, വീണ്ടും ഒരു ട്രിപ്പിളും കൂടി. ഇനി നമുക്ക് 4 ചെയിൻ 1 2 3 4. ഓക്കെ, ആ ചെയിന് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ ട്രിപ്പിൾ ചെയ്ത അവിടേക്ക് തന്നെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഒരു പെറ്റൽ ഫോമായി, കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഒന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ഇപ്പറയുള്ളിടത്താണ് അടുത്തത് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ കാണും ഫ്രണ്ട് ലൂപ്പ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ തൊട്ടിപ്പുറത്തെ ഫ്രണ്ട് ലൂപ്പ് സ്കിപ്പ് ചെയ്യാം. ഇവിടേക്ക് അതിൻ്റെ ഇപ്പറയിലേക്ക് നമുക്ക് പോയിട്ട് വീണ്ടും 4 ചെയിൻ ഇടാം. 1 2 3 4. ഇപ്പം നമ്മൾ ചെയ്തില്ലേ അതേപോലെ തന്നെ ഈ സെയിം ഇതിലേക്ക് തന്നെ 2 ട്രിപ്പിൾ കൊടുക്കാം. 1 വീണ്ടും ഒരു ട്രിപ്പിളും കൂടി. കണ്ടോ, ഇനി നമ്മൾ 3 ചെയിൻ ഇടും. 1 2 3. അത് കഴിഞ്ഞിട്ട് ഈ പാരലായിട്ടുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ചിന് ഇവിടെ ഇങ്ങനെയൊന്ന് പതുക്കെ ഇത് ചരിച്ചു കൊടുക്കുമ്പോൾ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ട്രിപ്പിൾ ചെയ്യുന്നത് ഇവിടെയല്ല, ഇതിൻ്റെ ഇപ്പുറത്തെ ഇവിടേക്കാട്ടോ. സെയിം പെറ്റൽ തന്നെ, പക്ഷേ രണ്ടാമത്തെ സെറ്റ് ഓഫ് ട്രിപ്പിൾ ചെയ്യുന്നത് ആ തൊട്ടപ്പുറയ്ക്കാണെന്ന് മാത്രം. കണ്ടോ, രണ്ടാമത്തെയും ചെയ്തു. ഇനി 4 ചെയിൻ ഇടും. 1 2 3 4. 4 ചെയിൻ ഇട്ടിട്ട് ഈ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെറ്റൽസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പാറ്റേണിൽ പെറ്റൽസ് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇതിങ്ങനെ താഴെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ സൺഫ്ലവറിൻ്റെ പെറ്റൽ പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്തത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇവിടേക്കാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട്
നമ്മൾ 4 ചെയിൻ ഇട്ട് വീണ്ടും അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു, ഇനി 4 ചെയിൻ. ഇപ്പോൾ പെറ്റലിൻ്റെ പാറ്റേൺ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഈ അറ്റം വരെ ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇനി ബാക്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ പെറ്റൽ തയ്ക്കുക. ഓക്കെ, അപ്പോൾ പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. എന്താ ഇപ്പോൾ ഞാൻ ഒരു റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പെറ്റൽ കണ്ടോ ഇവിടെ വരെ വന്ന് ചെയ്ത് അവസാനിപ്പിച്ച് നിൽക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കണ്ടീഷനിലായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ ചെയ്ത് വന്നേക്കുന്ന കാണാനായിട്ട്. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ കുറേയും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയായിന്ന്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് പെറ്റൽസ് ഇങ്ങനെ ഇച്ചിരി ടൈറ്റായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കും. അപ്പോൾ നമുക്കതിങ്ങനെ വിടർത്തി വയ്ക്കാം. കണ്ടോ ഇത്ര ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. കറക്റ്റായിട്ട് ഇത് കവറായിട്ടുമുണ്ട്. കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പുറത്തൊരു റോയും കൂടി ചെയ്യാനുണ്ട്. കണ്ടോ? ഇവിടെ നമ്മൾ ചെയ്യുമ്പം ആ പെറ്റൽസ് കുറച്ചുകൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ അതും കൂടി ആ പെറ്റലും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ ഈസിയാണ്. പക്ഷേ നമുക്ക് ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ വരെ ചെയ്തു. ഓക്കെ, ഒരു റോ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിലോട്ട് പോവാം. ഇനി ബാക്കിൽ കണ്ടോ ബാക്കിലോട്ട് പോയിട്ട് പെറ്റൽസ് ചെയ്ത് തുടങ്ങാം. നേരെ ബാക്കിലോട്ട് പോവാം. ഇവിടെ അവിടേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ പെറ്റൽസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 പെറ്റലിൻ്റെ നടുക്ക് ഏകദേശം അടുത്ത പെറ്റൽ വരുന്ന പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ചെയിൻ ഇടുവാണ്. 2 ഇവിടേക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണേ. കണ്ടോ ഇവിടേക്ക് ട്രിപ്പിൾ ക്രോഷ്യ. ഇപ്പോൾ ഈ പെറ്റൽ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ പോവാട്ടോ. ട്രിപ്പിൾ ക്രോഷ്യ, വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷ്യ, കണ്ടോ? ഇനി നമുക്ക് 3 ചെയിൻ ഇടാം. 1 2 3, പിന്നെ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ട്രിപ്പിൾ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് ചെയ്തത്. ഇനി അതിൻ്റെ ഇപ്പുറത്തെ സ്റ്റിച്ച് ഇതാണ്. അവിടേക്കായിരിക്കും നമ്മളിനി കൊടുക്കേണ്ടാവുക ട്രിപ്പിൾ. വീണ്ടും ട്രിപ്പിൾ. ഇനി ചെയിൻ 4 കേട്ടോ. എന്നിട്ട് ഈ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ? സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇപ്പോൾ ഒരു പെറ്റൽ ഫോമായി. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം അറിയാം. കണ്ടോ? 2 പെറ്റലിൻ്റെ നടുക്കാണ് ഈ പെറ്റൽ വന്നേക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അടുത്ത സ്റ്റിച്ച് ഇതാ ഇവിടേക്ക് ഒരു സ്റ്റിച്ച് ലീവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് 4 ചെയിൻ ഇട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പെറ്റൽ ചെയ്ത് അങ്ങനെ ഈ റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ ഡോള് ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട് കേട്ടോ. 2 റോ നമ്മൾ പെറ്റൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ മടക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഇത് കവറായി പോകുന്നുണ്ട്. കണ്ടോ? നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് 2 കൈകൾ ചെയ്യണം. ഇവിടെ 2 കൈ ഫിക്സ് ചെയ്യണമല്ലോ. ഫേസിൽ കുറച്ച് ചെയ്യാനുണ്ട്. ഇവിടെ പുരുകം വയ്ക്കണം, ഇവിടെ ചെറുതായിട്ടൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ കൈ ചെയ്യാം. അപ്പോൾ കൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മാജിക് സർക്കിൾ ഫോം ചെയ്തിട്ട് മാജിക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് 5 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു ചെയിൻ ഇടുവാണ് ആദ്യം. ഇത് കഴിഞ്ഞിട്ട് 5 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 5 സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്യുവാണ്. കണ്ടോ? ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഫസ്റ്റ് ഇട്ടതാ ഇതിൻ്റെ അടിയിലേക്ക്, ഫസ്റ്റ് ഇട്ട സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. നോർമലി നമ്മൾ സർക്കിൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഇത് ചെറുതായതുകൊണ്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. കണ്ടോ? കടത്താനൊരല്പം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വലിച്ചൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. കണ്ടോ? 5 സ്റ്റിച്ച് കിട്ടി. ഇനി ഒരു ചെയിൻ ഇടാം. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഒരു 5 റോ വരെ നമുക്കിങ്ങനെ സ്പൈറലായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാം എല്ലാത്തിലും. കണ്ടു? ഇങ്ങനെ 5 6 റോ വരെ ഇങ്ങനെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഇൻക്രീസും ഒന്നുമില്ല, ഡിക്രീസും ഇല്ല.
കണ്ടോ? ലാസ്റ്റ് വരുമ്പം ഇതൊന്ന് വലിച്ചിട്ട് ഈ ഹോള് ക്ലോസ് ചെയ്ത് കളയണം കേട്ടോ. കണ്ടോ? ചില സ്റ്റിച്ചൊക്കെ ഒരല്പം ടൈറ്റാണെങ്കിൽ അതിൽ കടത്താൻ ചെറിയ ബുദ്ധിമുട്ട് കാണും. ഓക്കെ, അപ്പോൾ ദാ ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ വെറുതെ ഇങ്ങനെ സ്പൈറലായിട്ട് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവാം. അത് കഴിഞ്ഞിട്ട് 6 റോ എത്തി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇപ്പോൾ ഒരു 3 റോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനത്തെ ഒരു 3 റോയും കൂടിയും ചെയ്യാം. ഇതാ ഇപ്പോൾ കണ്ടോ 6 റോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 6. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു ടെയിൽ ഇട്ടേക്കുക, കാരണം നമുക്കിത് ഫിക്സ് ചെയ്യാനുള്ളതാണല്ലോ. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിട്ട് ഇതിനങ്ങ് ടൈറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ 2 കൈകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്യുക, ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്, ഇവിടെ ഇതിൻ്റെ അടിയിൽ ഗ്രീൻ കളറിൽ ഒരു സെപ്പൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ സെപ്പൽ ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണോ നമ്മൾ ഇത് ചെയ്തത്, ഈ പെറ്റൽ ചെയ്തത്, അതേപോലെ പെറ്റൽ ഈ പോർഷൻ ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ സെപ്പൽ ഉണ്ടാക്കാനോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ ഗ്രീനെയാണ് എടുക്കുവാണ്. അപ്പോൾ ഇതിന് ചെയ്തു പോയ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം, കാരണം ഇതിനോട് ചേർന്നിരിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മാജിക് സർക്കിൾ ഇനി അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ഇതിൻ്റെ സെപ്പലാട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു മാജിക് സർക്കിൾ ഫോം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 6 സിംഗിൾ ക്രോഷ്യ അതിൽ കൊടുക്കാം. 1 2 3 4 5 6 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി എന്നിട്ട് നമ്മൾ ഇതിനെ പുള്ള് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇതാണ് ഫസ്റ്റ് വൺ, അതിലേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, എന്നിട്ടൊരു ചെയിൻ ഇടാം. ചെയിൻ ഇട്ടിട്ട് ഇനി ഈ റോയിൽ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് ആട്ടോ കൊടുക്കണത്. അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഒരു ബൾബ് പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനീഷ്യലി ഇതിൻ്റെ അടിയിലൊരു സാധനം ഉണ്ടാവില്ല, അതാട്ടോ അപ്പോൾ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് അടുത്തതിൽ വരുമ്പം ഒരു ഇൻക്രീസ് കൊടുക്കുവാണേ. 1 2. ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ വയ്ക്കണം കേട്ടോ. ഒരു ഇൻക്രീസ് 1 2, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 5 റോയിലേക്ക് നമുക്ക് ഇനി ഇൻക്രീസും ഡിക്രീസും ഇല്ലാണ്ട് സ്പൈറലായിട്ട് ചെയ്തു പോവാം കേട്ടോ. ഓക്കെ, ഇതിനെ കണ്ടിന്യൂസ് ചെയ്തു പോവാം. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റിച്ച്. അടിയിലേക്ക് കൊടുക്കാം. കണ്ടോ? അപ്പം ഞാൻ ഈ ചെയ്തു പോണ പോലെ ഒരു 5 റോ ചെയ്യാം കേട്ടോ. ഈ വിരൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി വെച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, കണ്ടോ? അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ. അപ്പോൾ ഒരു 2 റോയും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കണ്ടിന്യൂസ്. ഇപ്പോൾ 5 റോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ. ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലും ഇൻക്രീസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് കൊടുത്തു. എല്ലാ സ്റ്റിച്ചിലും ഇൻക്രീസ് കേട്ടോ. 1 2, കണ്ടോ? എല്ലാത്തിലും 2 എണ്ണം വെച്ച് കൊടുക്കും, 2 സിംഗിൾ ക്രോഷ്യ വെച്ച്. അപ്പോൾ എന്താ വെച്ചാൽ ഇനി ശരിക്കുള്ള സെപ്പലിൻ്റെ ആ പോർഷൻ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇത് വിടുത്ത് കൂടി വരണം. അപ്പോൾ അതിന് നമ്മൾ എല്ലാത്തിലും 2 എണ്ണം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത റോ, ഇതിൻ്റെ നെക്സ്റ്റ് റോ വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. അത് കഴിഞ്ഞിട്ടുള്ള റോ വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. അത് കഴിഞ്ഞ് 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, പിന്നെ
5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് അടുത്തതിൽ. ഓക്കെ, അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷനോട് സിമിലറായിട്ട് കിട്ടും. കാരണം നമ്മൾ ഈ പാറ്റേണിലാണല്ലോ ഇത് ചെയ്തു പോയത്. അപ്പോൾ അതേപോലെ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് ഫുള്ള് കാണിക്കുന്നില്ല, കാരണം ഇത് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇതും ഇനിയുള്ള ഭാഗവും ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഓരോ റോ കഴിയുമ്പോഴും നിങ്ങൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, കണ്ടിന്യൂസ് അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ഇൻക്രീസിൻ്റെ റോ കഴിഞ്ഞു. ഞാൻ സ്റ്റിച്ച് മാർക്കർ ഊരിതായി ഇവിടെ വയ്ക്കുവാണ്. ഇനി അടുത്ത റോയിൽ വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസാണ്. അപ്പോൾ ഇത് ചെയ്ത് തീർത്തിട്ട് 6 റോ ചെയ്ത് തീർത്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഇതാ ഇപ്പം ഞാനുണ്ടല്ലോ ഇവിടെ 4 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് വരെ എത്തിയപ്പം ഏകദേശം ഇതാ കണ്ടോ, ഇവിടെ ഇതിൻ്റെ ബേസിൻ്റെ അത്ര ആയി കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു ഇങ്ങനെ വെച്ച് നോക്കിയിട്ടൊരു 3 റോ ഇൻക്രീസും ഡിക്രീസും ഇല്ലാണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ബാക്ക് പോർഷൻ കവറാവും. അപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അത്രയും ചെയ്യേണ്ട നിങ്ങൾ. 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എത്തുമ്പോൾ നമുക്ക് അവസാനിപ്പിച്ചിട്ട് പിന്നെ ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത 3 റോ ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാം 3 റോ. ഓക്കെ, 3 റോ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 റോ ഇൻക്രീസും ഡിക്രീസും ഇല്ലാണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റത്തുള്ള പെറ്റൽസ്, ലീഫിൻ്റെ തന്നെ പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. 2 ചെയിൻ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇവിടെയല്ല കേട്ടോ. ഇപ്പോൾ ഈ റോ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ ഈ പറയുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇതാ നമ്മൾ ആദ്യം തന്നെ 2 ചെയിൻ ഇടും. അത് കഴിഞ്ഞിട്ട് ആ ചെയിൻ ഇട്ട് അതേ ഗ്യാപ്പിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കുന്നു. മറ്റേ യെല്ലോ പെറ്റൽ ചെയ്ത പോലെ തന്നെ 3 ചെയിൻ ഇടുന്നു. അവിടെ ട്രിപ്പിളാണ് ചെയ്തത്, ഇവിടെ ഡബിളാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നേരത്തെ ചെയ്ത പോലെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് ഇനി അടുത്ത ഡബിൾ ക്രോഷ്യ കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുന്നു. 1 2 ഈ ചെയിൻ ഇട്ടിട്ട് ഈ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നു. കണ്ടോ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ തൊട്ടിപ്പുറയുള്ള ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പുറേക്കാണ് പിന്നെ ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്ത് പോകേണ്ടത്. എന്നാലേ ഗ്യാപ്പ് കറക്റ്റ് ആവുള്ളൂ. കണ്ടോ, ഇങ്ങനെ കൊടുത്തു. ഇനി വീണ്ടും നമ്മൾ 2 ചെയിൻ ഇടും. എന്നിട്ട് ഇതാ ആ സെയിം ഗ്യാപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ 3 ചെയിൻ 1 2 3 ഇവിടെയുള്ള പാരലൽ ആയിട്ടുള്ള 2 ഉള്ളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഇതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഇവിടേക്ക് തന്നെ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ വിട്ടിട്ട് ഇപ്പുറേക്ക് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് ഫുള്ള് കണ്ടിന്യൂ ചെയ്യാം. ഇതാ കണ്ടോ, ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഒരു റോ പെറ്റൽസ് വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് വെട്ടിക്കളയാം. വേണമെങ്കിൽ 2 റോ ചെയ്യാം, പക്ഷേ ഒരെണ്ണമാണെങ്കിലും മതി. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കാം, ഇവിടെ വലിച്ചിട്ടോ. ഇനി നമുക്ക് ഇതിനോട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബാക്കിൽ തയ്ച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ബാക്കിലോട്ട് ഏകദേശം ഇതാ ഇവിടേക്ക് ഇതിങ്ങനെ ചേർത്ത് ഇത് രണ്ടും കൂടി തയ്ച്ചു കൊടുക്കണം. എന്നാലാണ് നമുക്കിത് കണ്ടോ ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ പോരുള്ളൂ, ഇങ്ങനെ പോരുള്ളൂ. ഓക്കെ, കണ്ടോ ഇങ്ങനെ. അപ്പോൾ അതിന് ഇതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാണിക്കാം. ഇതാ അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാട്ടോ തയ്ക്കുന്നത്. 2 സൈഡിലേക്കും കൂടി ചേർത്തിട്ട് കണ്ടോ ഇങ്ങനെ തയ്ച്ചു പോവാം. കണ്ടോ ഇങ്ങനെ ഫുള്ള് ഇതിൻ്റെ 2നെയും ചേർത്തിട്ട് തയ്ക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടോ, ഞാൻ ഇത് 2ഉം കൂട്ടി ചേർത്ത് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റിക്ക് ഊത്തി കൊടുക്കണോണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കഴുത്തിന് ബലം ഉണ്ടാവില്ല. ഇനി നമുക്ക് കൈ ഇവിടെ ഫിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെ ആയിട്ട് ഈ കൈ ഇപ്പോൾ തുന്നി കൊടുത്ത പോലെ തന്നെ ഈ 2 സൈഡിലും കൈയും തുന്നി കൊടുക്കാം കേട്ടോ. ഈ നീഡിൽ വെച്ചിട്ട്
അപ്പോൾ അത് തുന്നിയിട്ട് കാണിക്കാം. ഇതൊന്ന് തുന്നണത് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോൻ്റെ ആവശ്യമില്ലല്ലോ. ഇതാ ഇപ്പോൾ ഞാൻ കൈകൾ രണ്ടും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഐബ്രോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഹെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാ നോക്ക്, ഹെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രൗൺ യാൺ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഹുക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ അപ്പോൾ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, നമുക്ക് ലൂപ്പ് പറഞ്ഞ ഇവിടെ ഉണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പോൾ ആ ലൂപ്പിൽ കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ വലിച്ചെടുക്കാം പതുക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 3 ചെയിൻ ഇടാം. 1 2 3 3 ചെയിൻ ഇട്ടിട്ട് തൊട്ടപ്പുറത്തെ ലൂപ്പില്ലേ ഇത്, അവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 2 3 പോരാ കേട്ടോ, ഒരു 4 5 ഇടണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. 5 ചെയിൻ ഇടാം. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു ഹെയറിൻ്റെ ഫീൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തേക്ക് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇച്ചിരി ടഫാട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 5 ചെയിൻ 1 2 3 4 5 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഹെയർ പോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് ഇനി ഇതുപോലെ ഇതിങ്ങനെ സ്പൈറലാണല്ലോ, ഫുള്ളിങ്ങനെ ചെയ്ത് പോവാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കാം ഞാൻ ഹെയറിൻ്റെ വർക്ക്. ഓക്കെ, ഇതപ്പോൾ കണ്ടോ, ഞാനിത് ചെയ്ത് ഇത്രയും വരെ എത്തി കേട്ടോ. നമുക്കിത് സ്പൈറലായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ കറക്റ്റ് ചെയിൻ എടുക്കുന്നത് 1 2 അല്ല, കൂടി പോരുത്, കുറഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്ത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇതിൻ്റെ ഹെയറിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം എല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാൻഡ് രണ്ടും ഫിക്സ് ചെയ്തു. ഞാൻ ഒരു ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലീഫ് ഉണ്ടാക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലൊരു ഇതിൻ്റെ കഴുത്ത് കണ്ടോ, അതിങ്ങനെ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ബാംബൂ സ്റ്റിക്കില്ലേ, അതിങ്ങനെ ഈ ബാക്കിൽ കൂടെ കടത്തി കൊടുത്തിട്ട് ഈ ജസ്റ്റ് ഹെഡിൻ്റെ ഇവിടെ വരെ ഇത് വരുന്ന വരെ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് എത്തും. എൻ്റെ അത്ര നീളമില്ലാത്തതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് അതിനെ അവിടെ വരെ ആക്കിയിട്ട് നമ്മളിതിനെ വീണ്ടും ബാക്കിലോട്ട് ബെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്ലൂ ഗൺ വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഇവിടെ ഒന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ സ്റ്റിക്ക് ഗ്രീൻ കളർ യാൺ വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഇതങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ലീഫ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിലായിട്ട്. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് താഴേക്ക് ആക്കിയിട്ട് വേണം ലീഫ് അറ്റാച്ച് ചെയ്യാൻ. കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങ് മടക്കുമ്പോഴത്തേനും ലീഫ് അതിൻ്റെ ഉള്ളിലായി പോകും, പിന്നെ അത് അത്ര സുഖം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു പാറ്റേൺ പോലെ ചെയ്യണം, ഹെയറിൻ്റെ ബാക്ക് സൈഡ് പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ബ്രൗൺ കളർ മെറൂൺ കളർ യാൺ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇങ്ങനൊരു പാറ്റേൺ തയ്ച്ചു കൊടുക്കണേ. ബാക്ക് ഇപ്പോൾ ഇങ്ങനെയല്ലേ പോയേക്കണം, അപ്പോൾ ബാക്ക് കവർ ചെയ്യണമല്ലോ ഹെയർ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാ അതിങ്ങനെ എങ്ങനെ ചെയ്യാവുന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചിട്ട് കവർ ചെയ്യാം. ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. നമ്മൾ എംബ്രോയ്ഡറിയിലൊക്കെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യില്ലേ, അതേപോലെ. കണ്ടോ, ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെ തയ്ക്കാം. ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല, എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടാൻ മാതിരി ഞാൻ കാണിക്കാം. കണ്ടോ, ഇതുപോലെ വലിക്കും. ഇനി വീണ്ടും ഇങ്ങനെ ഇതിൻ്റെ ഇപ്പുറം തന്നെ വെച്ചിട്ട് തയ്ക്കും. കണ്ടോ, ഇങ്ങനെ ബാക്ക് ഫുള്ളൊരു മറ്റേ സൈഡും ബാക്കും ഇതുപോലെ തയ്ച്ച് കവർ ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരാൻ മാതിരി. ഓക്കെ,
ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഇവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതാ നോക്ക്, ഞാൻ ബാക്കിലും സൈഡിലും ഒക്കെ അതിങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് തയ്ച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് നമുക്ക് കുറച്ച് ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ആഡ് ഡീറ്റെയിലിംഗ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ബഡ്സ് ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കാണാനില്ല. ലൈറ്റായിട്ട് കൊടുത്താൽ മതിയേ. കണ്ടോ, അപ്പം നമ്മുടെ പാവക്കുട്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്യൂട്ടോറിയൽ. ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടൈം കൺസ്യൂമിങ് ആട്ടോ. ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ തന്നെ 2 ദിവസം എടുത്തു. 2 ദിവസം കൊണ്ടാണ് ഞാനിത് ഫുള്ള് എടുത്തത് കേട്ടോ. അപ്പോൾ അതാ നോക്ക്, ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സൺഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലീഫ് ഇച്ചിരി താത്തിയാണ് ഞാൻ വെച്ചേക്കണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, കൊള്ളാവോ? അപ്പോൾ നിങ്ങൾ ക്രോഷ്യ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒറ്റയടിക്ക് ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും തന്നെ ഇത് വരില്ല. നമ്മളൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ അടഞ്ഞായിരിക്കും ഇരിക്കുക. അപ്പോൾ കൈ കൊണ്ട് ഇതൊന്ന് വിടർത്തിയും കൊടുക്കണം കേട്ടോ, ഇനീഷ്യലി നമ്മൾ കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു.